തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ കൊച്ചി കോർപ്പറേഷന് കീഴിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി LDFും UDFും 6557 ഇരട്ട വോട്ടുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. BJPയും കോൺഗ്രസും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തുന്നുവെന്നും വിഷയം മുൻപ് തന്നെ CPIM ഉന്നയിച്ചതാണെന്നും ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലടക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വ്യക്തമായ കണക്കുകളോടെ ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് എറണാകുളം DCC. തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യസന്ധവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. 27 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരട്ട വോട്ടുകളുണ്ട്. ഒരേ പേരുകളിലും ഒരേ മേൽവിലാസത്തിലുമാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. CPIMനും ഇടതുപക്ഷത്തിനും നേരെയുള്ള കോൺഗ്രസ് ആരോപണങ്ങൾ തള്ളുകയാണ് ജില്ലാ സെക്രട്ടറി S. സതീഷ്. BJPയും കോൺഗ്രസും വ്യാപകമായി വ്യാജ വോട്ട് ചേർക്കുന്നുണ്ട്. BJP പ്രത്യേകമായി അവർക്ക് ജയിക്കാൻ കഴിയുന്ന വാർഡുകൾ തിരഞ്ഞെടുക്കുക, ആ വാർഡുകളിലേക്ക് ആ വാർഡ് പ്രദേശത്ത് താമസിക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുക. യഥാർത്ഥത്തിൽ കള്ളവോട്ട് ചേർക്കുകയും കൃത്രിമമായ വോട്ട് ചേർക്കുകയും ചെയ്യുന്ന പ്രക്രിയ നിർവഹിക്കുന്നത് കോൺഗ്രസ് ആണ്. CPIMൽ പഴിചാരാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടി കഴിഞ്ഞ തവണ കോർപ്പറേഷൻ കൈവിട്ടു പോയതുകൊണ്ട് എന്ന് CPM. മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള സംവരണ സീറ്റുകളുടെ അടക്കം നറുക്കെടുപ്പ് നടന്നിരിക്കെയാണ് വോട്ടുകൊള്ള വിവാദം ചൂടുപിടിക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.